ഇന്നലത്തെ വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ് സ്വർണ്ണവില നാളെ വീണ്ടും കുറയുമെന്നും സ്വർണ്ണം വിൽക്കാനുള്ളവർക്ക് ഇത് നല്ലൊരു അവസരമാണെന്നും. അതേപോലെ മാർക്കറ്റുകളിൽ അതിശക്തമായ രീതിയിലുള്ള ഇടിവാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഔൺസ് ഡോളറിന്റെ കണക്ക് 2411 നിന്നും 2392 ഇന്ത്യൻ മാർക്കറ്റ് MCX 69,381 നിന്നും 68,951 വീണ്ടും ഇടിഞ്ഞിരിക്കുകയാണ്. സ്വർണ്ണ വിപണി വരും ദിവസങ്ങളിലും ഇടിഞ്ഞേക്കാമെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. സെപ്റ്റംബർ മാസത്തോടുകൂടി പലിശ നിരക്ക് കുറക്കുമെന്നുള്ള ഒരു സൂചനയായിരുന്നു സ്വർണ്ണവില വീണ്ടും കുതിക്കാനുള്ള കാരണം. എന്നാൽ ഒരുപക്ഷെ സെപ്റ്റംബർ മാസവും മാറ്റിവെക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. കേന്ദ്ര ബജറ്റിനെ തുടർന്ന് സ്വർണ്ണവിലയിൽ അതിശക്തമായ രീതിയിലുള്ള ഇടിവായിരുന്നു നേരിട്ടത്. എന്നാൽ പിന്നീട് പലിശ നിരക്ക് കുറക്കുമെന്നുള്ള ഒരു പ്രത്യാശയും യുദ്ധ സാഹചര്യവുമെല്ലാം സ്വർണ്ണവില വീണ്ടും കൂട്ടുകയായിരുന്നു. സ്വർണ്ണവിലയിൽ ഇന്ന് വീണ്ടും ഇടിവ് രേഖപ്പെടുത്തി. ഒരു പവന് 50,800 ഇന്ന് വ്യാപാരം നടക്കുന്നത്. 320 രൂപയാണ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത്. രണ്ടാഴ്ച കൊണ്ട് സ്വർണ്ണവില ഒരു പവന് 3,160 രൂപയുടെ ഇടിവാണ് നേരിട്ടത്. കേന്ദ്ര ബജറ്റിന് രണ്ടാഴ്ച മുന്നേ സ്വർണ്ണവില ഒരു പവന് 53,960 വ്യാപാരം നടന്നത്. 24K തങ്കവിലയിൽ വലിയ തോതിലുള്ള ഇടിവ് നേരിടാത്തത് സ്വർണം വിൽക്കുന്നവർക്ക് ഇന്നത്തെ ബോർഡറിൽ തന്നെ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെള്ളിവിലയിലും ഇന്ന് മാറ്റമില്ല. ഗ്രാമിന് 87 10 ഗ്രാമിന് 870 തുടരുകയാണ്. കൃത്യമായ നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.